നമുക്ക് എപ്പോഴൊക്കെയാണ് ഇവരെ കുളിപ്പിക്കാൻ പറ്റുന്നത്? അതുപോലെ നമുക്ക് മോയ്സ്ചറൈസർ ക്രീംസ്, അതുപോലെ ഓയിൽസ്, ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏത് ടൈമിലായിരിക്കും? ഈ 24 അവർ കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലായിരിക്കുമല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ യൂഷ്വലി പറയുന്നത് നമ്മൾ ബേബിയെ തുടയ്ക്കാൻ മാത്രമേ പാടുള്ളൂ. അതായത് ചെറിയ ചൂടുവെള്ളം വെച്ച്, നമ്മുടെ ക്ലൈമറ്റ് ആകുമ്പോൾ നമ്മൾ ചെറിയ ചൂടുവെള്ളം വെച്ച് ബേബിയെ തുടയ്ക്കാം. പക്ഷേ കുളിപ്പിക്കുന്നത് വീട്ടിൽ പോയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മുമ്പ് അങ്ങനെ കുളിപ്പിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിലെ കുളിപ്പിക്കും ബേബിയെ. അപ്പൊ അത് ബേബിക്ക് സെപ്സിസ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പേ. അപ്പൊ അതുകൊണ്ടാണ് ഒരു പ്രോട്ടോകോൾ ആയിട്ടും പോളിസി ആയിട്ടും ഒരു ഹോസ്പിറ്റലിലും ബേബിയെ ഇമ്മീഡിയറ്റ്ലി ജനിച്ചു കഴിഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നത് വരെ കുളിപ്പിക്കാറില്ല, വീട്ടിൽ പോയിട്ടാണ് കുളി നടത്തുന്നത്. പിന്നെ നമ്മൾ ഇപ്പൊ ഹോസ്പിറ്റലുള്ളപ്പം പക്ഷെ ബേബിയെ ക്ലീൻ ചെയ്യണമല്ലോ, അപ്പൊ അത് വൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെറിയ ചൂടുവെള്ളം അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത്, ക്ലീൻ ക്ലോത്ത് വെച്ച് ബേബിയെ ഹോൾ ബോഡി ഇൻക്ലൂഡിങ് ഹെഡ് നമുക്ക് വൈപ്പ് ചെയ്യാം. യൂറിൻ മോഷൻ പോകുമ്പം വെള്ളം ഒഴിച്ച് തന്നെ കഴുകാം. പൊക്കിളിലാണെങ്കിലും വെള്ളം വീഴുന്നതിന് കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും പറയും അംബലിക്കൽ കോഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ സെപ്സിസ് വരാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മൾ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല, ഒരു മരുന്ന് അപ്ലൈ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് ക്ലീനായിട്ട് കെയർ ചെയ്യണം എന്നുള്ളതാണ്. അത് ക്ലീൻ ക്ലാമ്പ് അപ്ലൈ ചെയ്യും, അതുപോലെ ക്ലീൻ ബ്ലേഡ് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ക്ലീൻ ക്ലോത്ത് വെച്ച് തുടയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ സോപ്പ് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യുക, പക്ഷെ ഡ്രൈ ആക്കി വെക്കുക. അതിൽ പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അൺലെസ് ഒരു ചുമപ്പ് കളറോ പിന്നെ ഡിസ്ചാർജോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അതുപോലെ ഡയപ്പറും ആ ഭാഗത്ത് കവർ ആവാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക.